ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കമന്റ് ബോക്സിൽ ഒരുപാട് ചോദിച്ച കാര്യമാണ് സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസ്. നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് കാര്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ ഉപയോഗിച്ച കുറച്ച് പ്രൊഡക്റ്റിന്റെ കാര്യം മാത്രമേ എനിക്ക് വന്ന റിസൾട്ട് കാര്യങ്ങളായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് സ്കിന്നേ അല്ല എൻ്റെത്. ഭയങ്കര സെൻസിറ്റീവ് ആണ്. എന്ന് തൊട്ട് കഴിഞ്ഞാൽ മൂപ്പർക്ക് എന്തോ വലിയ അലർജി പോലെയാണ് മൂപ്പരെ കളി മൊത്തം. അപ്പം അതുപോലെ തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മുടെ സ്കിൻ ടൈപ്പ് എങ്ങനെയാണെന്നുള്ളതാണ്. സ്കിൻ ടൈപ്പ് ഈ കുറെ ക്രീം ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു സ്കിൻ ടൈപ്പ് ആണോ നോക്കുക, അല്ലെങ്കിൽ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാത്ത ടൈപ്പ് സ്കിൻ ഉണ്ടാവും. അത് ഏതാണ് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സ്കിൻ കെയർ കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ഭയങ്കര ക്ലിയർ ആയിട്ട് പിമ്പിൾസ് ഒന്നും വരാതെ റിങ്കിൾസ് ഒന്നും വരാതെ സൺടാൻ അടിക്കാതെ കൊണ്ടുനടക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ, അതായത് ഹോം റെമഡീസ് ഒക്കെ വെച്ചിട്ട് ചെയ്ത് കൊണ്ടുനടക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അതിന് മുന്നേ നമ്മളെ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടും സ്കിൻ കെയർ റിലേറ്റഡ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഡ്രൈ ഫ്രിസി കേളി വേവി അങ്ങനത്തെ ടൈപ്പ് ഹെയർ ഉണ്ടാവില്ല, തീരെ നീളമില്ലാന്ന് കംപ്ലീറ്റ് നമ്മൾ എഴുതി തള്ളി ഹെയർ ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഒരു 1 വീക്കിനെ കൊണ്ട് നീട്ടെടുക്കാൻ പറ്റിയതും ഹെയർ ഫോൾ കുറയ്ക്കാൻ പറ്റിയുള്ള കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് അത് എന്തായാലും കണ്ടുനോക്കുക, നല്ല റിസൾട്ട് ഉള്ളതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ തന്നെ ഞാൻ എൻ്റെ ഒരു സ്കിൻ നിങ്ങൾക്ക് എടുത്തുനിന്ന് കാണിക്കാൻ പറ്റുന്ന ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഇതിൽ എഫക്ട് ഇട്ടിട്ടൊന്നല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ കുറച്ചും കൂടി അടുത്തേക്ക് വെച്ച് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എൻ്റെ സ്കിൻ ടൈപ്പ് വരുന്നത് എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ റിയാക്ട് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. ഇന്നിപ്പോൾ ഉപയോഗിച്ച നാളത്തേക്ക് റിയാക്ഷൻ വരുന്ന ഒരു ടൈപ്പുള്ള ഒരു സ്കിന്നാണ് എൻ്റെ കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ ഹോം റെമഡീസ് ആണ് ചെയ്യാറ്. അപ്പോൾ ഒരു ടൈമിൽ എൻ്റെ ഫേസിൽ അത്യാവശ്യത്തിന് ഈ ഒരു ഭാഗത്ത് പിമ്പിൾസ് വന്നു. ഞാൻ മുന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ച് നോക്കിയാൽ കാണാം, ചെറിയ കുഞ്ഞു കുഞ്ഞു റെഡ് കളറിലാണ് എൻ്റെ വരികയാണെങ്കിൽ ഒരു റെഡ് കളറിലാണ് വരിക. റെഡ് കളറിൽ ഇങ്ങനെ വന്ന് നിൽക്കുക ചെയ്യുക. അപ്പം അത് വന്നു കഴിഞ്ഞാൽ പോകാനാണെങ്കിൽ ഒരു 1 മന്ത് 2 മന്ത് ഒക്കെ എടുക്കും ചെയ്യും. അതങ്ങനെ പെട്ടെന്ന് പോകലില്ല. അപ്പം ഈ വരാതെ നോക്കാനാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. അപ്പം ഞാൻ ആ ഒരു ടൈമിൽ ഉപയോഗിച്ച കുറച്ച് ഓയിൽമെന്റ്, നമ്മുടെ ഡോക്ടർ സജസ്റ്റ് ചെയ്ത ഓയിൽമെന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ, അതായത് എനിക്ക് ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടിയ ഒരു ഓയിൽമെന്റ് ആണ് ഈ കാണിക്കുന്നത്. ഇത് നിങ്ങൾ എന്താ വെച്ചാൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ ഒരു പിമ്പിൾസിന് മുകളിൽ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. രാവിലെയും അതുപോലെ രാത്രി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 ദിവസത്തിനെ കൊണ്ടല്ല നല്ല റിസൾട്ട് കിട്ടും. നല്ല റിസൾട്ട് തന്നെ അത് പോകാൻ പാകത്തിനാണ് ആക്കി തരും. ആ ലെവലിലേക്ക് ആക്കുന്ന ഒരു ഓയിൽമെന്റ് ആണ് കേട്ടത്. ഈ ഒരു ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കൂടുതൽ ഷുഗർ അടങ്ങിയ ഫുഡ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് നല്ല രീതിയിൽ കുറച്ചുണ്ടോന്നതിന് തന്നെ നിങ്ങൾക്ക് പിമ്പിൾസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഷുഗർ നിങ്ങളെ ഫുഡിൽ നിന്ന് ഒഴിവാക്കുക. അതുപോലെ ഓയിലി ആയിട്ടുള്ള ചീസ്, അതുപോലെ തന്നെ ബട്ടർ പോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഒഴിവാക്കി കൊണ്ടുവരിക. ഓയിലി ഫുഡ് ഐറ്റംസ് കുറയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പിമ്പിൾസ് ഉള്ള ടൈമിൽ നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. പിമ്പിൾസ് ഉള്ള ടൈമിൽ നിങ്ങൾ വിറ്റാമിൻ സി അടങ്ങിയ ഫുഡ് കൂടുതലായിട്ട് കഴിക്കാൻ നോക്കുക. രാവിലെ 1 സ്പൂണ് ചെറുനാരങ്ങ പിഴിഞ്ഞ് നിങ്ങൾ അത് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പിമ്പിൾസ് വരുന്നത് നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാൻ കഴിയും. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം പറഞ്ഞാൽ, നമ്മൾ ഹെൽമെറ്റ് വെക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗത്താണ് നല്ല രീതിയിൽ പിമ്പിൾസ് ഇങ്ങനെ പൊന്തി വരുന്നതെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇവിടെ ഒരു പീസ് ഉണ്ടാവും. നമ്മൾ ആ ഒരു ക്ലിപ്പ് കൊടുക്കുന്നതിന് ഇവിടേക്ക് ഒരു പീസ് ഉണ്ടാവും. അത് എന്ത് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചേക്കാം. ചിലപ്പോൾ ആ ഒരു പീസ് നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ പൊടി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ചിലപ്പോൾ നമ്മളെ ഹെയറിലെ മെഴുക്കൊക്കെ വന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ആയിട്ടുണ്ടാവും. ഹെൽമെറ്റ് വെക്കുമ്പോൾ ആ ഒരു പീസ് അങ്ങ് മടക്കി വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വല്ലാണ്ട് തൊട്ട് നമുക്ക് ഇവിടെ പിമ്പിൾസ് കൂടുതലാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു പറ്റിയൊരു ബുദ്ധിമുട്ട്, എനിക്ക് ഇവിടെ അങ്ങനെ പിമ്പിൾസ് വരുന്നില്ല, ഇവിടെ മാത്രം വരുന്നത്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് മടക്കി വെക്കാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ ആ രീതിയിലാണ് ഉപയോഗിക്കല്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അത് ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. വണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഹെൽമെറ്റ് വെക്കണം നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്തുള്ള ഒരു പീസ് ഒന്ന് ജസ്റ്റ് മടക്കി വെക്കുക. ചിലപ്പോൾ നമ്മുടെ ഹെയറിൽ ഓയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ അത് ഭയങ്കര ഓയിലി ഡസ്റ്റ് ഒക്കെ അടിഞ്ഞു കൂടിയിട്ട് ഭയങ്കര വൃത്തികേടായിട്ടുണ്ട്. നമുക്ക് അത് വാഷ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ ആ ഒരു പീസ് അങ്ങ് ജസ്റ്റ് മടക്കി വെച്ചേക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാസ്ക് ഉപയോഗിക്കുക. അപ്പൊ ഈ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഓയിൽമെന്റ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഓയിൽമെന്റ് പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യാൻ, ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണം ഇത് വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി. എന്റെ സ്കിൻ ടൈപ്പിന് പറ്റിയെന്നുള്ള രീതിയിലാണ് ഇത് തന്നത്. പക്ഷെ ഇത് എനിക്കൊരു 3 ദിവസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് തന്നാണ് കേട്ടോ. വന്ന പിമ്പിൾസ് അതേപോലെ തന്നെ ഒരു പ്രശ്നമില്ലാണ്ട് അങ്ങ് പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങി ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിന്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വരുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.